ശ്രീ അനൂപ് കുമാർ NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ അനൂപ് കുമാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു ചട്ടലംഘനം നടത്തിയിരിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായും. നാളെയും മറ്റന്നാളും നടക്കുന്ന വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഉപജില്ല സ്കൂൾ കലോത്സവത്തില് ഈ ജഡ്ജസിന്റെ പേര് പബ്ലിക് ഡൊമൈനിൽ ഇന്ന് അവൈലബിൾ ആണ്. അവിടെ കണ്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ നിരവധി കാലത്തെ സാധന അവര് പ്രകടിപ്പിക്കാൻ പോകുന്ന സമയത്ത് സമ്പന്നരായ ആളുകള് അതിനെയൊക്കെ മറികടന്ന് നേട്ടം കൊയ്യാൻ പോവുകയാണ്. ഇത്തരമൊരു ഉത്തരവ് നാളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ ജഡ്ജിംഗ് പാനൽ എന്ന് പറയുന്നത് അതീവ രഹസ്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണത്. അത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന് പറയുന്ന ആ അധ്യാപകൻ മാത്രമാണ് അത് കാണുക, മറ്റാരും അത് കാണാറേയില്ല. ഇപ്പൊ ഇത് പബ്ലിക് ഡൊമൈനിൽ കാണുന്നു ആരൊക്കെയാണ് ജഡ്ജസ് എന്നുള്ളത്. ഇത് അതീവ ഗുരുതരമായ ഒരു ചട്ടലംഘനമാണ്. അതിലേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഉപജില്ലാ കലോത്സവമാണ്. ഇത് നടത്തേണ്ടത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. പക്ഷെ ഇവിടെ ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇത്തരം കാര്യത്തിൽ എന്തിനിടപെട്ടു എന്നുള്ളത് കൂടി സംശയാസ്പദമാണ്. അദ്ദേഹം നടത്തേണ്ടത് ജില്ലാ കലോത്സവമാണ്. ഉപജില്ലാ കലോത്സവം നടത്തേണ്ടത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. എന്നിരിക്കെ അദ്ദേഹം ഒരു പ്രത്യേക തരത്തില് രണ്ട് സർക്കുലർ, സംസ്കൃതോത്സവത്തിന് സർക്കുലർ, അതേപോലെ തന്നെ പൊതു കലോത്സവത്തിന് സർക്കുലർ. അതായത് ഏതെങ്കിലും ആൾക്കാരെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നത് സ്വാഭാവികമായും സംശയം ഉയരുകയാണല്ലേ? അതോടൊപ്പം അദ്ദേഹത്തിന്റെ ചില വ്യക്തി താല്പര്യങ്ങൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള ജഡ്ജസിന് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നു. അദ്ദേഹം ഏത് ക്രൈറ്റീരിയയിലാണ് ഈ ജഡ്ജസിന്റെ ഒക്കെ യോഗ്യത, ആ യോഗ്യത അദ്ദേഹം ആരോട് ചോദിച്ച് മനസ്സിലാക്കി? ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഉപജില്ലയിൽ നടക്കുന്ന മത്സരമാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്തെങ്കിലും അതിനകത്ത് വഴിവിട്ട് ചെയ്താൽ അന്വേഷിക്കേണ്ട ആളാണ് DD. ഇതിനകത്ത് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ ആരോടാണ് നമ്മൾ പറയേണ്ടത്? അപ്പം ഇതിനകത്ത് ജഡ്ജസിന് നിശ്ചയിച്ചത് അവരുടെ യോഗ്യത പരിശോധിക്കപ്പെട്ടിട്ടാണോ എന്നുള്ളതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപക പരിഷത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇതിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. നാളത്തെ കലോത്സവം മാറ്റിവെക്കണം. അതേപോലെ തന്നെ DDയുടെ അമിതമായ ഈ ഇടപെടല് എന്താണെന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നാണ് NTUവിന് പറയാനുള്ളത്. കാരണം കേരളത്തിന്റെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അഭിമാനമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ മേളയാണിത്. ഇവിടെ ഏറ്റവും അടിത്തട്ടിൽ ഉപജില്ലാ തലത്തിൽ ഇത് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ദീർഘകാലത്തെ അധ്വാനമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു നടപടിയിലൂടെ അതിനെ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹത്തിന്റെ നടപടി എടുത്തേ മതിയാവും. വളരെയധികം നന്ദി ശ്രീ അനൂപ് കുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും